അപ്പോൾ ഹലോ കൂട്ടുകാരെ, സാത്വിക് കാറ്റേഴ്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രാജ്മ മസാലയാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തലേ ദിവസം രാത്രി രാജ്മ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. 3 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട ഈ ടൈപ്പ് രാജ്മ മേടിക്കാവൂ. റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ, മോറിൽ, ഹോൾസെയിൽ കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ചുമപ്പുണ്ട്. അത് മേടിക്കരുത്. ഉള്ളതിൽ ഇതാണ് നല്ലത്. രാജ്മ ടേസ്റ്റ് ഇതാണ്. അപ്പോൾ പ്രത്യേകം ഇത് തന്നെ മേടിക്കാവൂ. പിന്നെ ആ രാജ്മ നമ്മൾ കുക്കറിലേക്ക് ഇട്ടതിൽ 2 പച്ചമുളക് ഇട്ട് ഒരു 10-12 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് ഇനി നമ്മൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. അപ്പോൾ രാജ്മ വേവിക്കാൻ വെക്കുമ്പോൾ നല്ല തീയിൽ ആദ്യം വെക്കുക. ഇത് ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഹീറ്റിൽ വെക്കുക. ലോ ഹീറ്റല്ല, മീഡിയം ഹീറ്റ്. തീ ഒന്ന് കുറക്കുക. എന്നിട്ട് ഒരു 8 അടി അടിക്കുക. 7 അടി 8 അടി അടിക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഇപ്പോൾ രാജ്മ നമുക്ക് വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, രാജ്മ കണ്ടില്ലേ ഈ കളർ, ഈ ടൈപ്പ് രാജ്മ മേടിക്കാവും മാർക്കറ്റിൽ നിന്ന് പോകുമ്പോൾ. മറ്റേത് ചുമപ്പൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് കൂട്ടുകൾ എന്താക്കണം നോക്കാതിരിക്കും അതിനെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. മറക്കരുത്, കാശ്മീരി ചില്ലി പൗഡർ കളറിനെയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ 1 ടീസ്പൂൺ ആകാം കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ 2 സവാള വലുതായി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞത്, വലുതായല്ല ചെറുതായി അരിഞ്ഞത്. സോറി കേട്ടോ, മലയാളം അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ 4 തക്കാളി ചെറുതായി അരിഞ്ഞത് മീഡിയം സൈസ്. ഇഞ്ചി 3 ഇഞ്ചിൻ്റെ കുനുകുനാന്ന് അറിഞ്ഞ് അതിൽ 5 വെളുത്തുള്ളി ഇടണം. ഇഞ്ചിയും 3 ഇഞ്ചിൻ്റെ ഇഞ്ചി, വെളുത്തുള്ളി 5 എണ്ണം ഇട്ട് ഇടിച്ച് വെച്ചാക്കണേണ് കാണിച്ചു തന്നത് കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പാൻ അടുപ്പത്തോട്ട് വെക്കാം. പാൻ അടുപ്പത്തോട്ട് വെച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ രാജ്മയുടെ കാര്യം പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രാജ്മ തന്നെ മേടിക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. റിച്ച് ഇൻ പ്രോട്ടീനാണ്. പിള്ളേർക്കൂടെ നമുക്ക് ഇറച്ചിയിലും ഇതിലും കിട്ടുന്നതിലും കൂടുതൽ പ്രോട്ടീൻ രാജ്മയിൽ നിന്ന് കിട്ടും. നല്ലതാണ് പിള്ളേർക്ക്. ഇത് പ്രത്യേകം കൊടുക്കണം. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഇതൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ രാജ്മ വെന്ത് വന്ന് കണ്ട കുറേയൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. ഈ പാകത്തിൽ കയ്യിലിട്ട പൊടിഞ്ഞു പോകണം സാധനം. ആ പാകത്തിൽ എടുക്കാം. ഇവിടെ അമർത്തുമ്പോൾ പൊടിഞ്ഞു പോകണം. അപ്പോൾ ഇനി നമുക്ക് എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് എണ്ണയിലേക്ക് സവാള ഇട്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ബട്ടൺ അമർത്തണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സവാളയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ഉപ്പിട്ട് കൊടുക്കണത് പെട്ടെന്ന് സവാള വാടിക്കിട്ടാനാണ്. ഇനി അതിലേക്ക് നമ്മൾ 3 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേ ലീഫ് കേട്ടോ, 3 ബേ ലീഫ്. വലുതാണെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതിയേ. ഇത് ചെറുതായിരുന്നു 3 എണ്ണം ഇട്ടത്. അപ്പോൾ സവാള നന്നായിട്ട് വാടണം. ഇതിൻ്റെ മെയിൻ ഈ കറിയുടെ ഇത് നമ്മൾ ഈ ചെയ്യണ മസാല, തക്കാളി ഇട്ട് മസാല ഇട്ട് വെള്ളം എണ്ണ തെളിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് രാജ്മ ഇടാവും. എണ്ണ തെളിഞ്ഞിട്ട് തക്കാളിയിൽ പിന്നെയും വാട്ടിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ട് അതിലേക്ക് രാജ്മ ഇടാവും. ഇനി നമ്മൾ എടുത്തു വെച്ച മസാലകളില്ലേ, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് ഇതെല്ലാമാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇട്ടതെല്ലാമാണെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടില്ല ഈ കറിയിൽ. പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊരു പോയിൻ്റാണ്, വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തക്കാളി ഇടുന്നതിന് മുമ്പായിട്ട് ഇടാവുള്ളൂ കേട്ടോ. ആദ്യം ഇടരുത്. എല്ലാ കറിയിലും നമ്മൾ ആദ്യമല്ലേ ഇടാറ്. സവാള വാടി വരുമ്പോൾ ഇടൂലേ, പകുതി വാടുമ്പോഴേക്കും. ഇതിലങ്ങനെ ഇടരുത് കേട്ടോ. കണ്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയാണ് കൂടുതൽ. ഇത് വെളുത്തുള്ളി നമ്മൾ വേവിക്കണേൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇഞ്ചിയുടെ കൂടെ 5 അല്ലി വെളുത്തുള്ളി ഇട്ട് ഇടിച്ചിട്ടുള്ളൂ. ആദ്യം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി കൂടുതൽ വേണം. 3 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടിച്ചെടുക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇത് ശരിക്കും വാട്ടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തക്കാളി ഇടുകയാണ്. 4 തക്കാളി മീഡിയം സൈസ് അരിഞ്ഞ് വെച്ചില്ലേ, അതങ്ങാട്ട് ഇടുകയാണ്. അതിട്ടിട്ട് ശരിക്കും ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ പറയണതിൽ വല്ല അക്ഷരത്തെറ്റൊക്കെ പറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മലയാളം. അപ്പോൾ ഞാൻ പറഞ്ഞോണം.
തക്കാളി വാടിയിട്ട് പിന്നെ 4 മിനിറ്റ് അതിട്ട് വറ്റിച്ച് ശരിക്ക് മസാലയുടെ മണം കരിയരുത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കും. അതാണ് ഇതിൻ്റെ കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഞാൻ ആ രാജ്മ അതിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് മല്ലിയില ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഞാൻ പിന്നെ ഒരു കാര്യം മറന്നുപോയി. തക്കാളി ഇട്ടതിൻ്റെ പുറകെ 2 കറുകപ്പട്ടയുടെ ചെറിയ കഷ്ണം ഇട്ടിരുന്നു കേട്ടോ. അത് മറന്നു നിങ്ങളോട് പറയാൻ. അതുപോലെ വീഡിയോയിൽ വന്നില്ല. അതാണ് 2 കറുകപ്പട്ട സിനമം കേട്ടോ. ഈ കറിയിലോട്ട് തക്കാളിയുടെ പുറകെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറി റെഡി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ സൂപ്പർ കറിയാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യണം. എൻ്റെ ടേസ്റ്റ് മേക്കേഴ്സ് 2 പേര് കഴിച്ചു നോക്കിയിട്ട് ഇപ്പോൾ അഭിപ്രായം പറയൂ കേട്ടോ. അത് നന്നായിട്ട് അവർക്ക് ഇഷ്ടമായി. ഈ കറി തന്നെയാണ് അവർ ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടുപോയത്. മട്ടരിക്ക് കൊണ്ടുപോയത് ഈ കറിയാണെന്ന് ഓർത്ത് നോക്കണം. വേറെ കറി വെച്ചത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കറി തന്നെ കൊണ്ടുപോയി ചോറിന്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അവർ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് സവാളയൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വീട്ടിൽ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല കറിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രൈ ചെയ്യണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.